സലാർ, വരദരാജ മന്നാർ, ദേവ. അറിയാലോ KGFന്റെ മേക്കിംഗ് സ്റ്റൈല് നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. KGF ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ നടൻ്റെ അതിമനോഹരമായ ഒരു അഭിനയമൊന്നുമല്ല, ഡയറക്ഷൻ, മ്യൂസിക്, എഡിറ്റിംഗ്, അത് തന്നെ, സ്ക്രീൻ പ്ലേ ഇത് തന്നെയാണ്. അല്ലാതെ യാഷിന് വലുതായിട്ട് ഉള്ള പെർഫോമൻസ് ചെയ്യാനുള്ള മാസ് കാണിച്ച് ബിൽഡപ്പ് മാത്രം കാണിച്ച് അതിലൊരു BGM കയറ്റി വന്നപ്പോൾ നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ആയ സിനിമയാണ് നമ്മുടെ ഈ യാഷിൻ്റെ KGF 1ഉം 2ഉം. അതെ, അതിന് പുറമെ വന്നതായിരുന്നു നമ്മുടെ സലാർ, പ്രഭാസിനെ നായകനാക്കി നമ്മുടെ രാജുവേട്ടൻ അവർ കോംബോയിൽ വന്ന ഇതാണ്. അതിൻ്റെ ഫസ്റ്റ് തൊട്ടേ ഒരു അഭ്യൂഹമൊക്കെ ഉണ്ടായിരുന്നത് പൃഥ്വിരാജ് വില്ലനാണ്, അല്ലെങ്കിൽ ഇതൊരു പ്രശാന്ത് നീൽ യൂണിവേഴ്സിലാണെന്നൊക്കെ പറഞ്ഞ് KGF 1ഉം 2നെയൊക്കെ ലിങ്ക് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പടമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ അതൊന്നുമല്ല സിനിമ. നിങ്ങൾ പറഞ്ഞ പോലെ ഒരു KGF 1 2 അല്ലെങ്കിൽ അതിനുമാ സാമ്യമുള്ള ഒരു മ്യൂസിക്കോ, പിന്നെ അതിൻ്റെ കണ്ടിന്യൂഷൻ വരുന്ന ഒരു തരത്തിലുള്ള ഒരു സ്റ്റോറിയോ ഒന്നുമല്ല. അതിലെനിക്ക് KGFലെ ആയിട്ട് മിക്സ് ചെയ്ത് തോന്നിയത് ചില സമയത്ത് കയറി വന്ന ഒരു മ്യൂസിക്കും പിന്നെ ആ ഒരു കഥ പറച്ചിലൊക്കെയാണ്. നമ്മൾ KGF 1 2 ഒരു കഥ പറച്ചിലുണ്ടല്ലോ, പിന്നെ കഴിഞ്ഞു പോയത്, അതിനെക്കുറിച്ചാണ് കഥ പറഞ്ഞിട്ട് പോണത്. പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടുപേരുടെ ഒരു സുഹൃത്ത് ബന്ധം, അതാണ് ഈ പടത്തിൽ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ പറഞ്ഞു പോകുന്നത്. അവൻ്റെ സുഹൃത്ത് ബന്ധത്തിന് വേണ്ടിയിട്ട് ജീവൻ വരെ കൊടുക്കാൻ തയ്യാറായ ഒരു ക്യാരക്ടർ ദേവ, പ്രഭാസിന്റെ ക്യാരക്ടർ. വരദരാജ മന്നാർ എന്ന പേരുള്ള നമ്മുടെ പൃഥ്വിരാജ് ആ ചെറുപ്പ കാലഘട്ടത്തിലൊക്കെ കാണിക്കുന്ന ആ രീതിയെല്ലാം അത് നൈസായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു ഫൈറ്റ് സീൻ പോലത്തെ ഉള്ളതൊക്കെ എടുത്തിട്ട് അതെല്ലാം അങ്ങനെ നല്ല രീതിയിൽ എടുത്തിട്ട് പോയിട്ടുണ്ട്. പിന്നെ അധികം പേർക്ക് ഇത് ഇഷ്ടപ്പെടാത്തത് അല്ലെങ്കിൽ ഇതുള്ളത് ഇപ്പോഴും മനസ്സിൽ KGFന്റെ ആ ഒരു ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ ആ ഒരു KGFന്റെ ഇത് മനസ്സിൽ വെച്ച് പോകണവർക്ക് എനിക്ക് ഞാൻ പറയുന്നു, ഈ പടം ഒരു 80% ഇഷ്ടപ്പെടില്ല. 80% ഇഷ്ടപ്പെടില്ല. പിന്നെ പടം ഫുൾ ലെങ്ത് 3 മണിക്കൂറുണ്ട്. പടം 3 മണിക്കൂറിൻ്റെ ഒരു ആവശ്യം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ 3 മണിക്കൂറുണ്ടാവും ഒരു പടം. ഈ ഒരു കാലത്ത് അല്ലെങ്കിൽ ഈ ഒരു സമയത്തൊക്കെ 3 മണിക്കൂർ എന്നൊക്കെ പറയുന്നത് നല്ലൊരു സമയമാണ്. അതിനൊരു കാര്യമില്ല, ആൾക്കാർക്ക് ബോറടിക്കാൻ ഇതിൻ്റെ അപ്പുറം പോകുന്നില്ല. പിന്നെ ബോറടിക്കാണ്ടിരിക്കണമെങ്കിൽ അത് ഞാൻ പറഞ്ഞില്ല, KGF പോലുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ച് തരണം. അല്ലാത്ത പക്ഷം ഇങ്ങനെയുള്ളതൊക്കെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥ പറഞ്ഞിട്ട് പോകുന്ന ഒരു സ്റ്റോറിയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ശ്രുതിഹാസൻ ജോയിൻ്റ് ആയി വരുന്നുണ്ട്. പിന്നെ ശ്രുതിഹാസിനെ ചുറ്റിപ്പറ്റിയുള്ള കഥകൾ, പിന്നെ പ്രഭാസിൻ്റെ ഒരു പാസ്റ്റ് കാണിക്കുന്നുണ്ട്. ഇതെല്ലാം അങ്ങനെ പറഞ്ഞു പോയിട്ട് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിലോട്ട് എത്തിക്കുന്നതാണ് സ്റ്റോറി. സെക്കൻഡ് പാർട്ടിന് ഇപ്പോൾ അടുത്തത് ഇന്ന സ്റ്റോറിയൊക്കെ ആയിരിക്കാന്നുള്ളത്. KGF 1ലും അങ്ങനെ തന്നെയായിരുന്നു. നമ്മുടെ വില്ലനെ തട്ടിയിട്ട് ഇതിൻ്റെ സിംഹാസനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന കുറേ പേരായിട്ടുള്ള ഒരു സാമ്യം പോലെ വന്നൊരു പടമായിരുന്നു. പടത്തിന് ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എബോവ് ആവറേജ് മൂവിയാണ്. അഭിനയിച്ചിരിക്കുന്നതിൽ നമ്മൾ ശ്രുതിഹാസൻ്റെ ഒന്നും ഒരു ആവശ്യം ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. വെറുതെ ഒരു ഇതിനെ വെച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ കണ്ട തമിഴാണ്. മലയാളത്തിൽ ഞാൻ കുറേ റിവ്യൂ ഉണ്ടോ എന്ന് വെച്ചാൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. അന്യഭാഷാ ചിത്രങ്ങൾ ഡബ് ചെയ്ത് വരുമ്പോൾ അല്ലു അർജുൻ്റെ സിനിമകൾ ഒഴികെ ബാക്കിയുള്ള സിനിമകളൊക്കെ വന്നപ്പോൾ നമുക്കത് പേഴ്സണലി നമുക്കൊരു ഇത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആ ഒരു ഡയലോഗ്സ് ആയിക്കോട്ടെ, നീ ഓറോടോ, ഞാൻ എവനടോ, എടുക്കടോ അമ്പിമ്പിൽ, അങ്ങനെ ഒരു ടൈപ്പൊക്കെ വരുമ്പോൾ നമുക്ക് ആ തമിഴിൽ കാണുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ എന്നെനിക്ക് തോന്നിയതുകൊണ്ട് തമിഴിലാണ് കണ്ടത്. എന്നിട്ട് പിന്നെ ഞാൻ പടം മൊത്തത്തിൽ മോശമൊന്നുമല്ല, പക്ഷേ ആ ഒരു എന്നിട്ട് ഡയറക്ഷൻ, നമുക്ക് ആ കഥ പറഞ്ഞു പോണ രീതി, ആ ഒരു രീതി അതിൽ KGFൽ നമ്മുടെ മൈനിങ് ഇതായിരുന്നെങ്കിൽ ഗോൾഡ് മൈനിങ് ആണെങ്കിൽ ഇതിൽ കോൾ മൈനിങ് ആണ് ഒരു സെക്ഷൻ ആണ്. പക്ഷെ അത് ഉടനീളവും ഇല്ല, ആ ഒരു കോൾ മൈനിങ് ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. തലതെറിച്ച ഒരു ടീച്ചറിൻ്റെ മകനാണ്, തലതെറിച്ച ടീച്ചറിൻ്റെ മകനാണ്. നല്ല രീതിയിലാക്കാൻ ശ്രമിച്ച അവസാനം ഒരു മെക്കാനിക്കൊക്കെ ആയി അടി, തമ്മിത്തല്ല്, വില്ലൈസം ഒക്കെ കൊണ്ട് നടക്കുന്ന ഒരു നടൻ, ഒരു കഥാപാത്രം പ്രഭാസ്. ആ ഒരു പ്രഭാസിൻ്റെ അടുത്തേക്ക് ചെന്ന് വരുന്നതാണ് ഈ ശ്രുതിഹാസൻ. പിന്നെ ഇവർ തമ്മിലുള്ള ആ ഒരു കാര്യങ്ങളും ഇതൊക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴായിരുന്നു ഇത് പാപത്തിനെ പോലെ നിന്നിട്ട് പെട്ടെന്നൊരു മാസമൊക്കെ ആവുമല്ലോ, ആ ഒരു രീതി ഇതിലും ഉണ്ട്. പൃഥ്വിരാജിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ക്യാരക്ടർ അടിപൊളിയായിട്ട് ചെയ്തു. അതല്ലാതെ ആ ഒരു ക്യാരക്ടറിനുള്ള ഇമ്പാക്റ്റ് അല്ലെങ്കിൽ വാവ് ആളൊരു അങ്ങനെ ഒരു നമുക്ക് തോന്നി. കാരണം KGFനെ അതിപ്പുറത്ത് നിൽക്കുന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഡയറക്ടർ തന്നെ പറയുന്നുണ്ട്,
ഇത് നിങ്ങൾ KGF ഇതുമായിട്ട് ഒരു ഇതിലും കമ്പയർ ചെയ്യേണ്ടത് വേറെ ജോണറിൽ പെട്ട ഒരു പടം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പലർക്കും അത് റിയലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം സലാർ എന്ന് പറഞ്ഞൊരു പടം ഇങ്ങനെ വരുന്ന സമയത്ത്, അതും KGF 2 ശേഷം അനൗൺസ്മെന്റ് ചെയ്യുന്ന ഒരു പടം, അല്ലെങ്കിൽ KGF 2 മുമ്പായിട്ടൊരു പ്രഖ്യാപനം ഉണ്ടായതുകൊണ്ട് അപ്പോൾ ഏകദേശം അതേ രീതിയിലൊക്കെ ആയിരിക്കും എന്നുള്ള എടുത്തു വെച്ച രീതി, ഫൈറ്റ് കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഒരു ഡാർക്ക്നെസ്സിലൊക്കെ എടുത്തിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ ഓവറോൾ നോക്കുമ്പോൾ ഞാൻ പറയുന്നത് ഇതിൽ ഫാമിലി ഒരു ഓഡിയൻസിനോ അല്ലെങ്കിൽ ഈ ലേഡീസ് അല്ലെങ്കിൽ ഈ ഒരു ഫൈറ്റ് സീക്വൻസ് ഇഷ്ടപ്പെടാതെ നമ്മൾ ഈ ഒരു എന്താ പറയുക ഒരു എൻഗേജ്ഡ് ആയിട്ടൊക്കെ നമ്മൾ ഇരിക്കുമല്ലോ, ഒരു പടം വാവ് എന്നൊക്കെ പറഞ്ഞിരിക്കുമല്ലോ, ആ ഒരു രീതിയിൽ ഈ പടം നിങ്ങൾ ആരും കാണരുതെന്നല്ല, നിങ്ങൾ ആരും കരുതരുത്. ഈ ഒരു പടം അങ്ങനത്തെ ഉള്ളതല്ല. നമ്മൾ ഇപ്പോൾ പ്രശാന്ത് നീലിൻ്റെ കണ്ട പടങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വെട്ടുകുത്ത് പുക ഇതെല്ലാം തന്നെ ആ സ്റ്റോറിയിൽ വന്ന ചെറിയൊരു എവിടേക്കോ എന്തൊക്കെയോ ഒരു അപാകത ഉണ്ട്. പിന്നെ വേറൊന്നും കൂടി പറയാനുള്ളത്, ലോജിക്ക് സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾ ആ ലോജിക്കും വെച്ചിട്ട് ഈ പടം കാണാൻ പോകരുത്. കുറേ ലോജിക്കില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. കുറെ ആ ഒരു വിലങ്ങൊക്കെ വെച്ചിട്ട് പോകുന്ന സിമ്പിളായിട്ട് കത്തി കൊണ്ട് ജസ്റ്റ് കട്ട് ചെയ്ത് കയറാണോ വിലങ്ങാണെന്നുള്ള കാര്യം സംശയം. അത് അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ നിങ്ങൾ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള എന്താ പറയുക ലോജിക്ക് വരായിട്ട് നോക്കിയിട്ടൊന്നും ഈ പടം കാണാൻ പോരുന്നു. ആക്ഷൻ മസാല മൂവി അതൊക്കെയാണ് ഈ ഒരു പടത്തിന് ഒരു ഇതായി നിൽക്കുന്നത്. പിന്നെ അമ്മാപാസം അതുണ്ട് ഇതിൽ, തങ്കച്ചി പാസം ഇല്ല, അമ്മാപാസം അത് നിലവിലുണ്ട്. പിന്നെ അതാണ് ഫ്രണ്ട്ഷിപ്പ് പാസം. ഡബ്ബിങ് ചെയ്തെല്ലാം ഉഗ്രനായിട്ടുണ്ട്. ഡബ്ബിങ്, എഡിറ്റിങ്, KGFൻ്റെ ഒക്കെ നമുക്ക് തോന്നും എല്ലാം KGFൻ്റെ പോലെ തന്നെ തോന്നും. എഡിറ്റിംഗ് ആയാലും അതിൻ്റെ സ്ക്രീൻ പ്രസൻസ് ആയാലും അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേ ആയാലും എല്ലാം നമുക്ക് അതുപോലെയൊക്കെ ഫീൽ ചെയ്യും. പിന്നെ വേറൊരു വിഷയം എനിക്ക് തോന്നിയത്, ഇതിലെല്ലാവരും പ്രഭാസിനെ കണ്ടു കഴിഞ്ഞാൽ വിറയ്ക്കുന്നുണ്ട്, പേടിക്കുന്നുണ്ട്. പ്രഭാസിന് വലിയ ഡയലോഗൊന്നും ഇല്ല അതിൽ, ഫുള്ള് ബിൽഡപ്പുകൾ മാത്രം, പിന്നെ അത്യാവശ്യം ഡയലോഗുള്ളത് പൃഥ്വിരാജിനാണ്. ഇതിൽ പ്രഭാസിന് ഫുള്ള് ബിൽഡപ്പ് മാത്രമാണ്. ആ ബിൽഡപ്പിനനുസരിച്ചുള്ള ബീജമില്ല. അത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. ഒരാൾ ബിൽഡപ്പ് കാണിക്കുന്ന സമയത്ത് രാരോ കണ്ട് പാട്ടിട്ടൊരു കാര്യമില്ലല്ലോ, ആ ഒരു ബീജമില്ല ബിൽഡപ്പ്. കാരണം പ്രഭാസ് കാണുമ്പോൾ എല്ലാവരും പേടിക്കാണ്, വെറുതെ വന്നു ആ ഒരു പേടിയാണ്. പക്ഷെ ആ ഒരു അവർ പേടിക്കുന്നുണ്ട്, നമുക്ക് ചിരി വരുന്നു ചില സമയത്ത് ചിലവിടെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ. അങ്ങനെയുള്ള കുറേ ഇതുണ്ട്. അത് വേറെ പറയാലോ, അതും വേറെ KGF വേറെ ഇത് വേറെ. ഇപ്പോൾ അതിൽ കൂടുതലും കയറി മുറിക്കേണ്ട കാര്യമൊന്നും ഇല്ല അതിൽ. അതുകൊണ്ട് നിങ്ങൾ പറയുകയാണ് ഒട്ടും ഒരു പ്രതീക്ഷയും വെക്കാതെ KGF മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് ഒരു വെള്ള പേപ്പറിൽ പുതിയൊരു ആക്ഷൻ പടം നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഒരു കന്നഡപ്പടം കണ്ടാൽ എങ്ങനെയുണ്ടാവും, ആ ലെവലിൽ പടം കാണുക. പിന്നെ ഇതിൽ ചീസ് ഫയർ പാർട്ട് 1 കണ്ടിരിക്കുന്നത്, ഇപ്പോൾ അതിൻ്റെ 2 വരാൻ പോകുന്നുണ്ട്. ഇതിൽ കുളിര് പോരുന്ന ഐറ്റംസ് ഒന്നും എനിക്ക് പ്രത്യേകിച്ച് വന്നില്ല. ആകെ വന്നിരിക്കുന്ന ഒരു കുട്ടിനെ ആക്രമിക്കാൻ പോകുന്ന സമയത്ത് ആ സമയത്ത് ഒരു ഫൈറ്റ് ഉണ്ട്. ആ ഒരു ഫൈറ്റ് സീന് കൊള്ളാം, അടിപൊളിയുണ്ട്. അതിൻ്റെ ആ ഒരു രീതി, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം സ്കോറെല്ലാം വന്നപ്പോൾ എല്ലാം അടിപൊളിയായിരുന്നു, ഉഗ്രനായിരുന്നു. അത് അടിപൊളി സൂപ്പറായിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു എന്താ പറയുക ബിലോ ആവറേജ് എടുത്ത് വെച്ച അത്രയും കോടിക്ക് ഞാൻ അതെങ്കിലും പറയണം. ബിലോ ആവറേജ് അത്ര ഞാൻ കൊടുക്കുള്ളൂ. അല്ലെ ബിലോ അല്ലല്ലോ, ഞാൻ കുറച്ച് മുമ്പ് എബോ ആവറേജ് അല്ല, സോറി എബോ ആവറേജ് കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ ഹിറ്റ് മാസ് അത് അങ്ങനെയുള്ള ഒരു മാസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ ഒരു സ്വാഗ് ഉണ്ടല്ലോ, സ്വാഗ് ഉണ്ട്. പക്ഷെ നമുക്ക് BGMന്റെ പ്രശ്നമാണോ അതോ ഇനി എന്തിൻ്റെയാണെന്ന് അറിയില്ല, നമുക്കത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതാണ് മെയിൻ പ്രശ്നം, നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഈ ഒരു പ്രഭാസ്. കാരണം വേറെ ഒന്നുമില്ല, എനിക്ക് ചിലപ്പോൾ ബാഹുബലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറേ ഫ്ലോപ്പുകൾ വന്നിട്ട് പിന്നെയും വീണ്ടും പ്രഭാസിൻ്റെ ഒരു പടം കാണുമ്പോൾ നമുക്ക് അതിൻ്റേതാണോ എന്നുള്ള കാര്യം അറിയില്ല, ഒരു സാഗില്ല. എല്ലാവരും കാണുമ്പോൾ പേടിക്കുന്നുണ്ട്, പക്ഷെ ആ ഒരു പേടി ഭീകരാന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് വരുന്നില്ല എന്നുള്ളതാണ് പരമസത്യം. എടുത്ത മേക്കിംഗ് എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ പ്രശാന്ത് നീലിൻ്റെ അറിയാമല്ലോ, നമ്മളൊരു ചെറിയ ഇങ്ങനെ കഥയും ത്രോട്ടിൽ നിന്ന് ഇങ്ങനെ പോയിട്ട് പ്രശാന്ത് നീലിൻ്റെതായ രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ. സ്പീഡ് പറഞ്ഞു പോകുന്ന കഥയാണ്, വയലൻസ് ജാസ്തിയുണ്ട്, പെട്ടാന്നാണ് കാര്യങ്ങളുടെ പോക്ക്. സ്പീഡിൽ കഥ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അത് പ്രശാന്ത് നീലിൻ്റെ പടങ്ങളിൽ നമുക്ക് കണ്ടറിയാം. പടങ്ങളിൽ KGF 1 2 കണ്ടറിയാം. ഒരു സിറ്റുവേഷൻ ഇവിടെ നടക്കുന്നുണ്ട് ടക്ക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അതിൽ ഇപ്പോൾ പ്രശാന്ത് നീലിൻ്റെ പടത്തിന് പണി കിട്ടുന്നത് ക്യാമറമാൻ എഡിറ്റർക്കാണ്, മെയിൻ എഡിറ്റർക്കാണ് പണി കിട്ടുന്നത്. ആ രീതി അതെടുത്ത് വെച്ചാൽ അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ എന്താണെന്ന് അറിയില്ല, എന്തോ ഒരു പ്രശാന്ത് നീൽ ചിത്രത്തിന് വന്നൊരു പോരായ്മ എന്തോ അവിടെ എവിടെയോ ഉണ്ട്. അത്
സ്റ്റോറിയിൽ വന്നതാണോ ഇനിയിപ്പോൾ നമുക്ക് നടനായിട്ടുള്ളതാണെന്നുള്ള കാര്യം അറിയില്ല. സ്റ്റോറിയിൽ ആയിരിക്കും മാക്സിമം. എനിക്കത് എന്തോ പ്രത്യേകിച്ചൊന്നും നമുക്കൊരു ഇമ്പാക്റ്റ് വന്നില്ല പടത്തിനെ കുറിച്ച്. കുറച്ചും കൂടി നന്നാക്കായിരുന്നു എന്നൊരു തോന്നലുണ്ടല്ലോ, ആ ഒരു രീതി. അത് പറഞ്ഞിട്ട് നമ്മൾ മൊത്തത്തിൽ ആക്ഷേപിക്കില്ല. വൺ ടൈം വാച്ചബിളാണ്, മസ്റ്റ് വാച്ചബിൾ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇതിൻ്റെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം വേറെ ഒന്നുമില്ല, അതങ്ങനെയാണ്. അതിൻ്റെ ഒരു മേക്കിംഗ് വന്നിരിക്കുന്നത് അങ്ങനെയാണ്. നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് വിഷ്വലായി പിന്നെ ആ ഒരു കുളിര് രോമാഞ്ചിഫിക്കേഷനൊക്കെ വരും. അതൊക്കെ നമ്മൾ തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. ഇവിടത്തിൽ നമുക്കൊരു വിസിലടിക്കാനോ നമുക്കൊരു എന്താ പറയുക ഇപ്പോൾ ഇതാകുന്നുള്ള ലെവലുണ്ടല്ലോ ഒരു ആക്ഷൻ പടം എന്നൊക്കെ പറയുമ്പോൾ അത് കിട്ടിയില്ല എന്നുള്ളത് തന്നെയാണ് സത്യം.